നമസ്കാരം സുഹൃത്തുക്കളെ. കേരള ലോട്ടറി എന്ന് കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് ഭാഗ്യക്കുറി ടിക്കറ്റുകളും സമ്മാനത്തുകയും വിജയ നമ്പറുകളുമാണ്. എന്നാൽ കേരള ലോട്ടറിക്ക് പിന്നിൽ ഒരു വലിയ ചരിത്രവും നിരവധി കൗതുകകരമായ വിവരങ്ങളുമുണ്ടെന്ന് പലർക്കും അറിയില്ല. ഇന്ന് നമുക്ക് കേരള ലോട്ടറിയുടെ ചരിത്രത്തിലേക്കും അതിന്റെ പ്രത്യേകതകളിലേക്കും കേരള സമൂഹവുമായി അതിനുള്ള ബന്ധത്തിലേക്കും ഒന്ന് നോക്കാം. കേരളത്തിൽ സർക്കാർ നിയന്ത്രണത്തിലുള്ള ലോട്ടറി സംവിധാനം ആരംഭിച്ചത് 1967-ലാണ്. അതായത് ഇന്ന് നമ്മൾ കാണുന്ന കേരള സ്റ്റേറ്റ് ലോട്ടറി സംവിധാനത്തിന് ഏകദേശം 6 പതിറ്റാണ്ടിന്റെ ചരിത്രമുണ്ട്. കേരളത്തിന്റെ സ്വന്തം സർക്കാർ ലോട്ടറി സംവിധാനം ആരംഭിച്ചതോടെ ലോട്ടറി വെറും ഭാഗ്യം പരീക്ഷിക്കുന്ന ഒരു ടിക്കറ്റ് എന്നതിലുപരി സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന സംവിധാനമായി മാറുകയായിരുന്നു. കേരള ലോട്ടറിയുടെ ഏറ്റവും ശ്രദ്ധേയമായ പ്രത്യേകതകളിലൊന്ന് സർക്കാർ നിയന്ത്രണം തന്നെയാണ്. സ്വകാര്യ ലോട്ടറികളിൽ നിന്ന് വ്യത്യസ്തമായി കേരള സ്റ്റേറ്റ് ലോട്ടറികളുടെ നടത്തിപ്പ് സംസ്ഥാന സർക്കാരിന്റെ ലോട്ടറി വകുപ്പിന്റെ കീഴിലാണ്. ഇന്ന് ലോട്ടറി വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ വളരെ വലുതാണ്. ഔദ്യോഗിക ലോട്ടറി ഇൻഫർമേഷൻ ആൻഡ് മാനേജ്മെന്റ് സിസ്റ്റം അഥവാ ലോട്ടിസ് സംവിധാനത്തിൽ ലോട്ടറി ഫലങ്ങൾ, ഏജന്റ് വിവരങ്ങൾ, വരുമാനം, സമ്മാനത്തുക വിതരണം തുടങ്ങിയ കാര്യങ്ങൾ ഡിജിറ്റലായി കൈകാര്യം ചെയ്യുന്നു. ഇനി മറ്റൊരു രസകരമായ കാര്യം, കേരള ലോട്ടറി എന്നത് ഒരൊറ്റ ലോട്ടറി മാത്രമല്ല. വ്യത്യസ്ത ദിവസങ്ങളിൽ നടക്കുന്ന നിരവധി പ്രതിവാര ലോട്ടറികളും ബമ്പർ ലോട്ടറികളും ഇതിന്റെ ഭാഗമാണ്. ഉദാഹരണത്തിന് ഭാഗ്യതാര, സമൃദ്ധി, സ്ത്രീശക്തി, ധനലക്ഷ്മി, കാരുണ്യ പ്ലസ്, സുവർണ കേരളം തുടങ്ങിയ പ്രതിവാര ലോട്ടറികൾ കേരളത്തിൽ ഏറെ ജനപ്രിയമാണ്. ഔദ്യോഗിക ഫല സംവിധാനത്തിലും ഈ ലോട്ടറികളുടെ ഡ്രോ നമ്പറും ഡ്രോ തീയതിയും പ്രസിദ്ധീകരിക്കുന്നുണ്ട്. പക്ഷേ കേരള ലോട്ടറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത സമ്മാനത്തുക മാത്രമല്ല. കേരള ലോട്ടറിയിലൂടെ ലഭിക്കുന്ന വരുമാനത്തിന് സാമൂഹിക പ്രാധാന്യവുമുണ്ട്. അതിന്റെ ഒരു നല്ല ഉദാഹരണമാണ് കാരുണ്യ ബെനവലന്റ് ഫണ്ട് അഥവാ KBF. ഗുരുതരമായ രോഗങ്ങൾ ബാധിച്ച സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ആളുകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനാണ് ഈ പദ്ധതി ഉപയോഗിക്കുന്നത്. ക്യാൻസർ, ഹീമോഫീലിയ, വൃക്കരോഗം, ഹൃദ്രോഗം തുടങ്ങിയ ഗുരുതര രോഗങ്ങൾക്കുള്ള ചികിത്സയ്ക്കും പാലിയേറ്റീവ് കെയറിനും സഹായം നൽകുന്ന പദ്ധതിയാണിത്. അതുകൊണ്ടുതന്നെ കേരള ലോട്ടറിയെക്കുറിച്ച് പറയുമ്പോൾ ഒരു ടിക്കറ്റ് എടുത്ത് സമ്മാനം നേടുക എന്നതിൽ മാത്രം കഥ അവസാനിക്കുന്നില്ല. ലോട്ടറിയിലൂടെ ലഭിക്കുന്ന വരുമാനം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിലും ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന്റെ ഇക്കണോമിക് റിവ്യൂ പ്രകാരം ഒരു കാലഘട്ടത്തിൽ സംസ്ഥാനത്തിന്റെ സ്വന്തം നികുതിയേതര വരുമാനത്തിന്റെ പ്രധാന സ്രോതസ്സുകളിൽ ഒന്നായിരുന്നു സ്റ്റേറ്റ് ലോട്ടറീസ്. ഉദാഹരണത്തിന് 2015-16 സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാന ലോട്ടറിയിൽ നിന്നുള്ള വരുമാനം 6271.41 കോടിയായിരുന്നു. അത് സംസ്ഥാനത്തിന്റെ മൊത്തം സ്വന്തം നികുതിയേതര വരുമാനത്തിന്റെ 74.43% റിപ്പോർട്ട് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ പലർക്കും അതിശയമുണ്ടാകാം. കാരണം സാധാരണയായി നമ്മൾ ലോട്ടറിയെ ഒരു ചെറിയ ടിക്കറ്റ്, ഒരു നമ്പർ, ഒരു സമ്മാനം എന്ന രീതിയിലാണ് കാണുന്നത്. എന്നാൽ അതിന്റെ പിന്നിൽ വലിയ തോതിലുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങളുണ്ട്. ഇതിന് മറ്റൊരു പ്രധാന വിഭാഗമാണ് ലോട്ടറി ഏജന്റുമാരും വിൽപ്പനക്കാരും. ആയിരക്കണക്കിന് ആളുകൾ കേരള ലോട്ടറിയുടെ വിൽപ്പന ശൃംഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സർക്കാർ ലോട്ടിസ് സംവിധാനത്തിൽ തന്നെ ജില്ല തിരിച്ചുള്ള ഏജന്റ് രജിസ്ട്രേഷൻ വിവരങ്ങൾ ലഭ്യമാണ്. ഇന്ന് ലോട്ടറി ഫലമറിയുന്നതിനും വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. പണ്ട് ഫലമറിയാൻ പത്രം കാത്തിരിക്കുകയോ ഔദ്യോഗിക ഫലം ലഭിക്കുന്ന സ്ഥലങ്ങളിൽ അന്വേഷിക്കുകയോ ചെയ്യേണ്ടി വന്നിരുന്നു. എന്നാൽ ഇന്ന് ഔദ്യോഗിക ഓൺലൈൻ സംവിധാനങ്ങളിലൂടെ ഫലങ്ങൾ പരിശോധിക്കാൻ കഴിയും. ലോട്ടിസ് സംവിധാനത്തിൽ ഡ്രോ നമ്പർ, തീയതി, ലോട്ടറി പേര് തുടങ്ങിയ വിവരങ്ങൾ ലഭ്യമാകുന്നു. ഇതിലൂടെ ഫലം പരിശോധിക്കുന്ന പ്രക്രിയ കൂടുതൽ ഡിജിറ്റലായി മാറിയിരിക്കുന്നു. എന്നാൽ ഇവിടെ ഒരു പ്രധാന കാര്യം ഓർക്കണം. ലോട്ടറി ഒരു ഭാഗ്യാധിഷ്ഠിത ഗെയിമാണ്. ഒരു പ്രത്യേക നമ്പർ വന്നതുകൊണ്ട് അടുത്ത ഡ്രോയിൽ അതേ രീതിയിലുള്ള നമ്പർ വരുമെന്ന് ഉറപ്പില്ല. മുൻ വിജയ നമ്പറുകൾ നോക്കി അടുത്ത വിജയ നമ്പർ കൃത്യമായി പ്രവചിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ലോട്ടറി വാങ്ങുമ്പോൾ അത് വിനോദമായി മാത്രം കാണുകയും സ്വന്തം സാമ്പത്തിക ശേഷിക്ക് അനുസരിച്ച് മാത്രം പണം ചെലവഴിക്കുകയും ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെ നോക്കുമ്പോൾ കേരള ലോട്ടറിയുടെ കഥ വളരെ കൗതുകകരമാണ്. 1967 ആരംഭിച്ച ഒരു സർക്കാർ സംവിധാനത്തിൽ നിന്ന് ഇന്ന് ഡിജിറ്റൽ ലോട്ടിസ് സംവിധാനമുള്ള വലിയൊരു ശൃംഖലയായി ഇത് വളർന്നു.
ഇതിൽ ലോട്ടറി ടിക്കറ്റുകൾ, പ്രതിവാര നറുക്കെടുപ്പുകൾ, ബമ്പർ ലോട്ടറികൾ, ഏജന്റുമാർ, സമ്മാന വിതരണം, സർക്കാർ വരുമാനം, സാമൂഹിക ക്ഷേമ പദ്ധതികൾ തുടങ്ങി നിരവധി കാര്യങ്ങൾ ഉൾപ്പെടുന്നു. അതിനാൽ അടുത്ത തവണ നിങ്ങളൊരു കേരള ലോട്ടറി ടിക്കറ്റ് കാണുമ്പോൾ അതിനെ വെറും ഒരു ഭാഗ്യ ടിക്കറ്റായി മാത്രം കാണേണ്ടതില്ല. അതിനു പിന്നിൽ 1967 മുതൽ തുടരുന്ന ഒരു നീണ്ട ചരിത്രമുണ്ട്. ഇതുപോലുള്ള കേരള ലോട്ടറിയുടെ ചരിത്രവും കൗതുകകരമായ വിവരങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് കേരള ലോട്ടറിയെക്കുറിച്ച് അറിയാവുന്ന ഏറ്റവും കൗതുകകരമായ കാര്യമെന്താണ്? കമന്റിൽ എഴുതൂ. നന്ദി.